വാൻസ് ആൻഡ് നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും. നോക്കൂ, നിങ്ങൾ കുട്ടികളെ കൊണ്ട് ഒരു ഷോപ്പിങ്ങിന് പോയി കരുതാം. അവിടെ ഈ കുട്ടികളുടെ ആവശ്യവും അത്യാവശ്യവും അവരെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടോ? 100% ഞാൻ പറയാം, ഇല്ല. അത് വേണം, ഇത് വേണം, അത് വേണം, ഇത് വേണം പറയാറില്ലേ? പറയാറുണ്ടോ? ആ കുട്ടിക്ക് എന്താണ് ആവശ്യമെന്നും എന്താണ് അത്യാവശ്യമെന്നും പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റിയിരുന്നുവെങ്കിൽ ആ കുട്ടി അത് പറയുമോ? ഇല്ല. നമ്മുടെ ആവശ്യം എന്താണ്, നമ്മുടെ അത്യാവശ്യം എന്താണ്, വേണ്ടത് എന്താണ്, വേണ്ടാത്തത് എന്താണ്, ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ആ കുട്ടികൾ എപ്പോഴും ജീവിതത്തിൽ നമുക്ക് ദുഃഖത്തെ സമ്മാനിച്ചുകൊണ്ടിരിക്കും. ഉറപ്പിക്കുക, ദുഃഖത്തെ സമ്മാനിച്ചുകൊണ്ടിരിക്കും. പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ട് അവരെ നമുക്ക് ജീവിതത്തിൽ ആവശ്യം എന്താണ്, എന്തെല്ലാം നമുക്ക് ആവശ്യമുണ്ട്, എന്തെല്ലാം അത്യാവശ്യമുണ്ട്. അത്യാവശ്യം എന്നതും ആവശ്യം എന്നതും രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കുക. മനസ്സിലായോ? വാൻസ് ആൻഡ് നീഡ്സ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് ധാരണ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കേണ്ടതുണ്ട്. ഞാൻ പെട്ടെന്ന് പോകും, സമയം കുറച്ച് കൂടിയിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഒന്നിനും അവരെ നിർബന്ധിക്കാതിരിക്കുക. ഡോണ്ട് കമ്പൽ ബട്ട് കൺവിൻസ് ദം. നമ്മൾ ഒന്നും എന്ത് ചെയ്യരുത്, കമ്പൽ ചെയ്യരുത്, അടിച്ചേൽപ്പിക്കരുത്. പക്ഷെ എന്ത് ചെയ്യണം? കൺവിൻസ് ചെയ്യിപ്പിക്കണം. എന്താ കൺവിൻസ് ചെയ്യാന്ന് പറഞ്ഞാല്? ബോധ്യപ്പെടുത്തുക. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കണം, കമ്പൽ ചെയ്തു. ആരുടെ ആവശ്യമായി മാറിയപ്പോ? ആരുടെ ആവശ്യമായി? പാരന്റിന്റെ ആവശ്യമായി. നേരെ മറിച്ച് അത് ബോധ്യപ്പെടുത്തുകയാണെങ്കിലോ, നമുക്ക് എപ്പോൾ അത് ബോധ്യമാവണം നമ്മുടേതാണെന്ന് എപ്പോൾ നമുക്ക് ബോധ്യമാകുന്നുവോ അപ്പോൾ മാത്രമേ അത് നിലനിൽക്കുള്ളൂ. നമുക്ക് ഏത് വിഷയമാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും കമ്പൽ ചെയ്യുക എന്നതിനേക്കാൾ ഉപരി നമ്മുടെ ആവശ്യമായിട്ട് അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. മനസ്സിലാവുണ്ടോ? അതിനെയാണ് റെസ്പോൺസിബിൾ എന്ന് പറയുക. എങ്ങനെയാ? രക്ഷിതാക്കള് എന്ത് ചെയ്യണം? പണിഷ്മെന്റ് കൊടുക്കല്ല, രാവിലെ എണീക്കാത്തതിന് അടി കൊടുക്കല്ല വേണ്ടത്. എന്താ ചെയ്യേണ്ടത്? പണിഷ്മെന്റ് ചെയ്യല്ല വേണ്ടത്. റെസ്പോൺസിബിൾ ആയിട്ട് ഉത്തരവാദിത്വത്തോടു കൂടിയിട്ട് എന്ത് ചെയ്യണം? കൺവിൻസ് ചെയ്യിപ്പിക്കണം, ബോധ്യപ്പെടുത്തണം. മോനെ, മോളെ, ഇന്നതിന് വേണ്ടിയാണ് ഞാൻ ഇന്ന കാര്യം പറയുന്നത്, എന്ന് ബോധ്യപ്പെടുത്തണം. അവിടെ ചെറിയൊരു തെറ്റ് നമുക്ക് പറ്റാറുണ്ട്. എന്താണെന്നറിയാമോ? കുട്ടികളോട് പറയും, നീ നല്ല കുട്ടിയായിട്ടിരുന്നാൽ ഞാൻ സമ്മാനമായി തരാം. പറയാറുണ്ടോ? ഉണ്ടോ ഇല്ലയോ? നീ നല്ല കുട്ടിയായാൽ നിനക്ക് ഞാൻ സമ്മാനം തരാം. പറയാറുണ്ടോ? പറയരുത്. അപ്പൊ എന്തായി? കണ്ടീഷൻ എന്തായി? സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ല കുട്ടിയാവലാവും. അതാണ് വേണ്ടത്. ഒരിക്കലും. പക്ഷെ എന്ത് ചെയ്യണം? നല്ല കുട്ടിയായി എന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോ അവര് പോലും പ്രതീക്ഷിക്കാതെ, അവര് പോലും വിചാരിക്കാത്ത സമയത്ത് അവർക്ക് ഇഷ്ടമുള്ള ഒരു സമ്മാനം വാങ്ങിയിട്ട് കൊണ്ടു കൊടുത്തിട്ട് പറയാം, മോനെ, മോളെ, നീ അന്ന് ഇങ്ങനെ ചെയ്തില്ലേ, അതിനുള്ള സമ്മാനമാണ് കേട്ടോ. മനസ്സിലായോ പറഞ്ഞത്? വ്യത്യാസം മനസ്സിലായോ? ഒരു നല്ല കാര്യം ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് സമ്മാനം കൊടുക്കല്ല വേണ്ടത്. മനസ്സിലായോ? ആ നല്ല കാര്യം ചെയ്തതിനെ നമ്മൾ ഓർത്ത് വെച്ചിട്ട് എന്തെങ്കിലും ആ കുട്ടി പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് ഇഷ്ടമുള്ള സമ്മാനം വാങ്ങി കൊടുത്തുകൊണ്ട് പറയാം, നീ അന്ന് ഈ ഒരു നല്ല കാര്യം ചെയ്തില്ലേ, അതിന്റെ സമ്മാനമാണ് കേട്ടോ എന്ന് പറയാം. മനസ്സിലായോ? അപ്പോഴാണ് അവർക്ക് എന്തായിട്ട് മാറുക? തന്റെ ജീവിതത്തിൽ നല്ലത് ചെയ്യണമെന്നുള്ള ചിന്തയിലേക്ക് ആ കുഞ്ഞിന്റെ മനസ്സെത്തിച്ചേരുക. പറഞ്ഞ മനസ്സിലായെന്ന് കരുതുന്നു.